നവരാത്രിയുടെ 9ാമത്തെ ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. നവദുർഗമാരിൽ 9ാമത്തെ ദുർഗയായിട്ടുള്ള സിദ്ധിദാത്രി ദേവിയെയാണ് നാളെ ആരാധിക്കേണ്ടത്. സിദ്ധി ദാനം ചെയ്യുന്നവൾ എന്നാണ് ആ പേരിനർത്ഥം. അതായത് തൻ്റെ ഭക്തർക്ക് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി. ചതുർഭുജയാണ്, 4 തൃക്കൈകളിലെ ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് താമരപ്പൂവിൽ ഉപവിഷ്ടയായിരിക്കുന്ന ദേവിയാണ്. സ്വർണ്ണവർണ്ണമാണ് ദേവിക്ക്. അപ്പം അങ്ങനെയുള്ള ദേവിയുടെ സ്വരൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതാണ് സിദ്ധിദാത്രി ദേവി. ഭഗവാൻ പരമശിവനെ തൻ്റെ കഴിവുകളെല്ലാം നൽകി അനുഗ്രഹിച്ചത് സിദ്ധിദാത്രി ദേവിയാണെന്നും അതിനാലാണ് തൻ്റെ പാതി ദേവിക്ക് നൽകിയിട്ട് ഭഗവാൻ അർദ്ധനാരീശ്വരനായതെന്നും പുരാണങ്ങളിലെ പറയുന്നുണ്ട് കേട്ടോ. നവഗ്രഹങ്ങളിലെ കേതുവിൻ്റെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ കേതു മൂലം എന്തെങ്കിലും ദോഷം അനുഭവിക്കുന്നവർക്ക് സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവരാത്രിയുടെ 9ാമത്തെ ദിവസമായിട്ടുള്ള നാളെ നമുക്കെല്ലാവർക്കും ആദിപരാശക്തിയുടെ സിദ്ധിദാത്രി ഭാവത്തെ ആരാധിക്കാം.